പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. എൻ്റെ പേര് ബോണി. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് UK-യിലാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ഫെബ്രുവരി മാസമാണ്. അതിനു മുമ്പ് എൻ്റെ അമ്മയുടെ ഉടമ്പടി വഴി മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷി നൽകാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2021 സെപ്റ്റംബർ മാസമാണ് നമ്മുടെ പരിശുദ്ധ കൃപാസന മാതാവിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. അന്ന് ഞാനൊരു ഫാർമസിസ്റ്റാണ്. അപ്പം എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് UK-യിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ അതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കുഴപ്പമില്ലാണ്ട് വന്ന് ലാസ്റ്റ് വിസയുടെ സമയമായപ്പം എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു. നമ്മൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കറിയാം, അവരൊരു കട്ട് ഓഫ് ടൈം പറയും. ആ ടൈമിനുള്ളിൽ നമ്മളവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ വരണ്ട എന്നുള്ളൊരു ഇതാണ്. അപ്പം എനിക്ക് കിട്ടിയ ഇമെയിൽ അങ്ങനെയായിരുന്നു, ഇന്ന ഡേറ്റിനുള്ളിൽ വന്നില്ലെങ്കിൽ പിന്നെ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട എന്നുള്ള രീതിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ചിരുന്നത് നോർമൽ സർവീസുമായിരുന്നു. അപ്പം എനിക്ക് എങ്ങനെയാണെങ്കിലും എനിക്ക് ആ സമയത്തിനുള്ളിൽ എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ആ സമയത്താണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം പ്രാർത്ഥന ചൊല്ലി എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ രാവിലെയും വൈകുന്നേരവും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ട എൻ്റെ വിസ സമയചുരുക്കത്തിൻ്റെ മാതാവ് എനിക്ക് 3 ദിവസം കൊണ്ട് തന്ന് എനിക്ക് സമയത്ത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റി. പിന്നെ UK-യിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഓരോ സ്റ്റെപ്പും ഒബ്സ്റ്റക്കിൾസ് ആയിരുന്നു. അതായത് ഫസ്റ്റ് ഞാൻ ചെയ്തത് മാസ്റ്റേഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആയിരുന്നു. അപ്പം അത് വളരെ ടഫായിട്ടുള്ളൊരു കോഴ്സാണ്. അവിടെ ഞാൻ ഇവിടുന്ന് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് എനിക്ക് പറ്റുന്ന, അതായത് നമ്മളെക്കൊണ്ട് സാധിക്കുന്നൊരു ഇതായിരുന്നില്ല. അപ്പം എല്ലാ മൊഡ്യൂൾസും അത്യാവശ്യം ടഫായിരുന്നു. അപ്പം എക്സാമിൻ്റെ സമയമായ സമയത്ത് ഒരു മോഡ്യൂള്, റിസർച്ചിൻ്റെ ഒരു മോഡ്യൂള് എനിക്ക് വളരെ ടഫായിരുന്നു. അപ്പം അതെങ്ങനെ പാസ്സാകും എന്നെനിക്കറിയില്ല. പക്ഷെ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കറിയാം എൻ്റെ കഴിവ് വെച്ച് എനിക്കത് പാസ്സാകാൻ പറ്റില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു. അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയോഗം. അങ്ങനെ എക്സാമിൻ്റെ ടൈം ആയപ്പം അവരത് ഓപ്പൺ ബുക്ക് എക്സാം ആക്കി മാറ്റി. ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് അവർ തരും, പക്ഷേ നമുക്ക് ബുക്ക് യൂസ് ചെയ്ത് ആൻസേഴ്സ് ചെയ്യാം. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്ക്. അങ്ങനെ എനിക്ക് ആ മോഡ്യൂൾ പാസ്സായി. അതേപോലെ അടുത്ത സെമിസ്റ്ററിലും ഇതേപോലെ എല്ലാ മോഡ്യൂൾസും ടഫായിരുന്നു. പക്ഷേ എന്നാൽ പോലും എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്കത് നല്ല മാർക്കോട് കൂടി എനിക്ക് ആ കോഴ്സ് പാസ്സാവാൻ സാധിച്ചു. അപ്പം കോഴ്സിന് ശേഷം എൻ്റെ അടുത്ത കോഴ്സിൻ്റെ ലാസ്റ്റ് എനിക്കൊരു 1 ഇയർ റിസർച്ച് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ റിസർച്ച് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചൊരു ടോപ്പിക് എടുത്തു. പക്ഷേ ടോപ്പിക് എടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഗൈഡിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗൈഡിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായിരുന്നില്ല. ആൾ ഫസ്റ്റ് ഡേ വന്ന് എനിക്ക് ലാബും എനിക്ക് കെമിക്കൽസൊക്കെ പരിചയപ്പെടുത്തി തന്ന് പിന്നെ ആനുവൽ ലീവിന് പോയി. പിന്നെ ഞാൻ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പുറം രാജ്യങ്ങളിൽ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. നമ്മൾ ഒന്നിന്ന് തുടങ്ങുകയാണ്. അപ്പം എപ്പോഴും ഒരു ഗൈഡൻസ് വേണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ചില സമയത്ത് വിഷമം വരുമായിരുന്നു. കാരണം എൻ്റെ ലാബിലുള്ള ബാക്കി എല്ലാവർക്കും അവരുടെ കൂടെ നിന്ന് ഗൈഡ് സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ അവർ സ്റ്റക്കാവുമ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കും. പക്ഷേ എൻ്റെ കേസിൽ എന്നോട് എൻ്റെ ഗൈഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ജസ്റ്റ് ഇമെയിൽ ത്രൂ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ സെയിം ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരു PhD സ്റ്റുഡൻറ്റിനെ എനിക്ക് മാതാവ് തന്നു. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ആ ഫുൾ പീരീഡിൽ ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇത്. രണ്ടാമതായിട്ട് എനിക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ജോലി, ഇത് ഏതെങ്കിലും ഒന്ന് വേണമായിരുന്നു. കാരണം എനിക്ക് കരിയർ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് എനിക്ക് വേണമായിരുന്നു. അപ്പം ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു. അപ്പം നമുക്കറിയാം UK-യിൽ എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ഇവിടുന്ന് പോയത്. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ അപ്ലൈ ചെയ്തപ്പം എല്ലാം റിജക്ഷൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടി. ഇൻറ്റേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞ് അവിടെ കയറി കഴിഞ്ഞപ്പം എനിക്ക് മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ എനിക്ക് പെർമനൻറ്റ് പൊസിഷൻ ഓഫർ ചെയ്തിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ലാസ്റ്റ് എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് തീരണ സമയമായപ്പം
എനിക്ക് വേറൊരു ജോലിയും കിട്ടിയിട്ടില്ല, ഇവിടുത്തെ കോൺട്രാക്റ്റ് തീരാൻ പോവുകയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പം അവർ ചെയ്ത് തരില്ല, അവർ വേറൊരാളെ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഞാൻ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പ് ഞാൻ കമ്പനിയിൽ എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരെന്നെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അതായത് ആദ്യം 2 ആഴ്ച, പിന്നെ 1 മാസം, അങ്ങനെ ഒരു 8 മാസം അവരിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ആ 8 മാസം കൊണ്ട് എനിക്ക് NHS ഒരു ജോലി, ഞാൻ ഒരു പൊസിഷൻ കണ്ടപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു. അപ്പം അത് എൻ്റെ മെറിറ്റ് വെച്ച് ഒരിക്കലും കിട്ടാവുന്ന ഒരു പൊസിഷൻ അല്ല, പക്ഷേ എങ്കിലും ഞാനത് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയ സമയത്തും മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ആ 8 മാസം എന്നുള്ളൊരു പീരീഡ് മാതാവ് എന്തിനാണ് വെച്ചിരുന്നതെന്ന്. എൻ്റെ കൂട്ടത്തിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തി, എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തി റിസൈൻ ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യും. ആ വ്യക്തിയായിരുന്നു ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്ന ആൾ. അപ്പം അങ്ങനെ ആ വ്യക്തി ത്രൂ എന്നെ റെഫർ ചെയ്ത് എനിക്ക് അവിടെ ജോലി കിട്ടി. എനിക്ക് ജോലി കിട്ടിയത് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് പറയാൻ കാരണം, ഇവിടെ ഇതിനു മുമ്പ് ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു, ഒരു ചേട്ടൻ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഘോഷ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ്, UK തന്നെ നമ്പർ 1 പീഡിയാട്രിക് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിനകത്തുള്ള റെയർ ഡിസീസുള്ള കുട്ടികളുടെ റിസർച്ച് സെൻറ്ററിൻ്റെ അകത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം എൻ്റെ മെറിറ്റ് വെച്ച് അല്ലെങ്കിൽ എൻ്റെ കഴിവോ, എനിക്കൊരു യോഗ്യതയില്ല അവിടെ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. പക്ഷേ മാതാവ് അതെനിക്ക് നൽകി അനുഗ്രഹിച്ചത്. മാതാവ് എല്ലാം ക്രമീകരിച്ച് എന്നെ അവിടെ എത്തിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഇത്രയാണ് എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലൂടെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ 3 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് സാധാരണ എല്ലാവരും നന്നായി ഒരുങ്ങിയൊക്കെയാണ് വരുന്നത്. എനിക്ക് പക്ഷേ ഉടമ്പടിയെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വന്നു, ഉടമ്പടി ക്ലാസ്സിന് പോകാൻ സമയത്ത്, ആ സ്റ്റെപ്പ് കയറിയ സമയത്ത് എനിക്ക് നല്ലപോലെ സുഗന്ധാഭിഷേകം കിട്ടി. അത് കഴിഞ്ഞ് കൊച്ചച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാനായിട്ട് അവിടെ ക്യൂ നിന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പുറകിൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സാരി എടുത്തൊരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോളെ ഞാൻ ദൂരെ നിന്ന് വരികയാണ്, ഞാൻ മോളുടെ മുന്നിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നിന്നോളാൻ പറഞ്ഞിട്ട് ആളിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച്, അപ്പം ഞാൻ വിശ്വസിക്കുന്നു അത് മാതാവാണ്, മാതാവിൻ്റെ അടുത്ത് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞ് ഉടമ്പടി ജീവിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിശുദ്ധ കുർബാന, എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും എനിക്ക് കിട്ടിയൊരു അനുഭവം വിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവമായി തീർന്നു. അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയ്ക്കും എനിക്ക് കരയാതെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അത്രയൊരു അനുഭവമായിരുന്നു വിശുദ്ധ കുർബാന. അതുപോലെ കുമ്പസാരം, അവിടെ നമ്മൾ UK 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ അവസരം ഇല്ലെങ്കിൽ പോലും ഞാൻ പള്ളിയിൽ പോകുന്ന ദിവസങ്ങളിൽ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കുമ്പസാരിക്കാറുണ്ട്. അതേപോലെ ആത്മീയമായിട്ട് അതായത് നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മൾ ഈശോയോടും ദൈവത്തിനോട് നമുക്കൊരു ഭയം, ഭക്തി, ബഹുമാനമുണ്ട്. പക്ഷേ നമുക്ക് ദൈവസ്നേഹം എന്ന് പറയുന്ന അത് അത്രയും ഡീപ്പായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉടമ്പടിയിലൂടെയാണ്. അപ്പം അതൊരു വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. വിശുദ്ധ കുർബാന ഒരു അനുഭവമായി തീർന്നു. അതായിരുന്നു എൻ്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരിത്. പിന്നെ അതിനുശേഷം ആത്മീയമായിട്ട് ഒത്തിരി എനിക്ക് വളരാൻ സാധിച്ചു. ഞാൻ ബൈബിള് എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കും. അവിടുത്തെ UK സ്കെഡ്യൂൾ ഭയങ്കര ഹെക്റ്റിക്കാണെങ്കിൽ പോലും എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചു. അതാണ് എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം. ഞാൻ ജപമാല എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്നു, 1/2 മണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കുന്നു, സാക്ഷ്യങ്ങൾ കാണുന്നു, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുന്നു. അപ്പം എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. പിന്നെ ഞാൻ വച്ചൊരു നിയോഗത്തിൽ എനിക്ക് സാധിച്ചു കിട്ടിയത്, എനിക്ക് ചെറുപ്പം തൊട്ട് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറേ നാളായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു 10 വർഷത്തിന് മേലെയായി എനിക്കതുണ്ട്. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം UK പോയതിന് ശേഷം എനിക്ക് 2 തവണ കോവിഡ് വന്നു. കോവിഡ് വന്നതിന് ശേഷം എനിക്കത് പിന്നെയും വരാൻ തുടങ്ങി. അപ്പം നമുക്കറിയാം UK നമുക്ക് മെഡിസിൻസിൻ്റെ അവൈലബിലിറ്റി, അതായത് നമ്മളിവിടെ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മരുന്നുകളൊന്നും നമുക്ക് അവിടെ കിട്ടില്ല, എസ്പെഷ്യലി ഇൻഹേലർ കിട്ടില്ല. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിൽ നിന്ന് വരുന്ന ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യുവാണ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി എനിക്ക് ഇൻഹേലർ കഴിക്കാൻ ഇടവരുത്തരുത്. കാരണം നമ്മൾ സാധാരണ ഇവിടുന്ന് പോകുമ്പം എല്ലാ മെഡിസിൻസും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം ഞാൻ ഇൻഹേലർ മാത്രം ഞാൻ വാങ്ങിച്ചില്ല. അതെനിക്ക് മാതാവിനോട് ഞാൻ ചെറിയൊരു വാശി പോലെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇൻഹേലർ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇൻഹേലർ വാങ്ങിച്ചില്ല.
പിന്നെ ഞാൻ യു കെയിൽ ചെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ കൂട്ടത്ത് ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ ശ്വാസം മുട്ടലൊന്നും ആസ്മയുടെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് പിന്നീട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ എന്നും ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെന്തിക്കോസ്ത് സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പറഞ്ഞു, മാതാവിനോട് നീ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, അതായത് മാതാവിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് തിരിച്ച് ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാനും മാതാവ് ആരാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് എന്താണോ ആവശ്യം അത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ദശാംശം അമ്മയ്ക്ക് അയച്ചു കൊടുത്ത് അമ്മ ഇവിടെ രോഗികൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രാർത്ഥനയായിട്ട് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളമായിരുന്നു. മലയാളം ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തു, ബാക്കി ഇംഗ്ലീഷ് ഞാൻ അവിടെ പോയി ബ്രിട്ടീഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവർക്ക് ശരിക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. മാതാവിനെക്കുറിച്ച് പറഞ്ഞ് പത്രം അവർക്ക് കൊടുക്കാൻ സാധിച്ചു. പിന്നെ കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയാത്തവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് അവരുടെ ആവശ്യം. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഈ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കറക്റ്റ് മാതാവ് എനിക്ക് ഓരോ ആൾക്കാരെ കൊണ്ടുതരും. അപ്പോൾ അവർ അത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അവരുടെ കുട്ടികളൊക്കെ. അപ്പോൾ അവരോട് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അവരെ കൊണ്ട് ഇടിയിപ്പിച്ച് അവരോട് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു.